നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം 1947 ഓഗസ്റ്റ് 15 ശേഷം ഇന്നുവരെ സമാനതകളില്ലാത്ത സേവനം രാഷ്ട്രത്തിന് വേണ്ടി കാഴ്ചവെച്ച ഒരു വിഭാഗമാണ് നമ്മുടെ സൈന്യം. പങ്കെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം, ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും ഇല്ലാതെ സൈന്യം വളരെ അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ആ സൈന്യത്തെ അപകീർത്തിപ്പെടുത്താനും ആ സൈന്യത്തെ ഇകഴ്ത്തി കാണിക്കാനുമുള്ള പല ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെട്ട ചരിത്രമാണ് നമുക്ക് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ കാണാൻ കഴിയുന്നത്. കാശ്മീരിലടക്കം ആസാമിൽ ഉൾഫ ഭീകരരെ നേരിടുന്നതിൽ, അതുപോലെ കാശ്മീരിൽ പാക് നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദത്തെ നേരിടുന്നതിൽ ഒക്കെ നമ്മുടെ സൈന്യം കാഴ്ചവെക്കുന്ന പ്രകടനം അത് ലോകത്ത് മറ്റൊരിടത്തും മറ്റൊന്നിനോടും നമുക്ക് താരതമ്യം ചെയ്യാനാകില്ല. സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ഏത് നിമിഷവും ഏത് കോണിൽ നിന്നും ഒരു ബുള്ളറ്റ് തൻ്റെ നേരെ പാഞ്ഞു വരും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഓരോ സൈനികനും, അത് കാശ്മീരിലാകട്ടെ, പഞ്ചാബിലാകട്ടെ, ആസാമിലാകട്ടെ ഒക്കെ അവർ കാവൽ നിൽക്കുന്നത്, കണ്ണിൽ എണ്ണയൊഴിച്ച് ഉറക്കമൊഴിഞ്ഞ് കാവൽ നിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി, അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി കാവൽ നിൽക്കുന്നത് അങ്ങനെയാണ്. ആ സൈന്യത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനും ആ സൈന്യത്തെ ഒന്നടങ്കം ഒരു വിഭാഗത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി ആസൂത്രിതമായൊരു ഗൂഢാലോചന 2008 അല്ലെങ്കിൽ 2004 ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ ഉത്തരം അതിനേക്കാൾ പ്രസക്തമാണ്. 2008 മലേഗാവിൽ, 2008 സെപ്റ്റംബർ മാസത്തിൽ മലേഗാവ്, മഹാരാഷ്ട്രയിലെ മലേഗാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഫോടനം നടന്നു. ഒരു ബൈക്ക് ആണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത്, ഒരു ടൗണിൽ ഒരു സ്ഫോടക വസ്തുക്കൾ നിറച്ച ബൈക്ക് കൊണ്ടുവച്ച് സ്ഫോടനം നടത്തി എന്നുള്ളതാണ് കേസ്. ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയി. ആ കേസിൽ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം നിസ്സാരക്കാരനല്ല. അദ്ദേഹം മിലിറ്ററി ഇൻ്റലിജൻസുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ലഫ്റ്റനൻറ്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായതോടുകൂടി നാടെങ്ങും, നമുക്കറിയാം, മിലിറ്ററിയിലെ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യേണ്ടത് മിലിറ്ററി പോലീസാണ്. സിവിൽ പോലീസിന് അതിനുള്ള അധികാരമില്ല. പക്ഷേ അന്ന് ഭരിച്ചിരുന്നവർ തങ്ങളുടെ ആ അധികാരം ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഈ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യിച്ചു. കേസ് മുന്നോട്ട് പോയി. അദ്ദേഹം അടക്കം 7 പ്രതികൾ, വേറെ 7 പേർ കൂടി അതിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ആദ്യം മഹാരാഷ്ട്ര ATS ആണ് ഇത് അന്വേഷിക്കുന്നത്. പിന്നീട് അത് NIAക്ക് കൈമാറി. ഈ NIAയും ഇവർ 7 പേരെയും കുറ്റവാളികളാണ് എന്ന നിലയ്ക്ക് ആണ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 2014 നമ്മുടെ രാജ്യത്ത് അധികാര കൈമാറ്റം നടന്നു. തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. മോദി സർക്കാർ വന്നിട്ടും ഈ അന്വേഷണത്തിൽ ഇടപെട്ടില്ല. NIA അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഈ 2018-19 കാലത്ത് അതിൻ്റെ വിചാരണ ആരംഭിച്ചു. ആ വിചാരണയ്ക്കൊടുവിൽ ഇപ്പോൾ അവരെല്ലാവരും നിരപരാധികളാണെന്ന് കണ്ട് കോടതി അവരെ മോചിപ്പിച്ചു, അവരെ വിട്ടയച്ചു. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെ ഈ മിലിറ്ററി ഇൻ്റലിജൻസിൽ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ഈ കേസിൽ പ്രതിയായി? എന്തുകൊണ്ട് അദ്ദേഹം ബലിയാടായി? ഇത് നമുക്ക് സാധാരണക്കാർ ഉന്നയിക്കുന്ന, നമ്മുടെ രാജ്യത്തെ സാധാരണ പൗരന്മാർക്കുണ്ടാകുന്ന സംശയമാണ്. ഈ ഒരു മിലിറ്ററി, നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സൈന്യം. അത് കരസേനയാകട്ടെ, നാവികസേനയാകട്ടെ, വ്യോമസേനയാകട്ടെ, അവർ സമാനതകളില്ലാത്ത
ഒരിക്കലും നമുക്ക് ആരോടും, രാജ്യത്തെ മറ്റൊരു വിഭാഗത്തിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ സേന, നമ്മുടെ സൈന്യം. അതിൻ്റെ തെളിവ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും ഒടുവിൽ കണ്ടു. അതിനു മുമ്പ് പുൽവാമയിൽ നമ്മളത് കണ്ടു. അതിന് പകരം നമ്മൾ ബലാക്കോട്ടിൽ തിരിച്ചടി കൊടുത്തപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദേശീയ അഭിമാനം വാനോളം ഉയർന്നത് നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഉറി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നേരെ, പത്താൻകോട്ടിൽ നമുക്ക് നേരെ പാക് ഭീകരർ നുഴഞ്ഞു കയറി ആക്രമണം നടത്തി നമ്മുടെ ഒരു സൈനിക താവളം തകർക്കാൻ ശ്രമിച്ചു. നിരവധി സൈനികരെ കൊലപ്പെടുത്തി. അതിനുള്ള മറുപടി നമ്മൾ ഉറിയിൽ കൊടുത്തു. അന്നും നമ്മളിത് കണ്ടു. നമ്മുടെ രാജ്യം എങ്ങനെയാണ് സൈന്യത്തിനൊപ്പം നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഓരോ സൈനികനെയും വിജയതിലകമണിയിച്ചാണ് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പൗരന്മാർ അവരെ യുദ്ധത്തിന്, പോർക്കളത്തിലേക്ക് അയക്കുന്നത്. അത്രയൊക്കെ സൈന്യവും നമ്മുടെ ദേശീയതയും നമ്മുടെ പൗരന്മാരുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ്, അങ്ങനെയുള്ള സൈന്യത്തെ അത്ര കണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പൗരസമൂഹമുള്ള രാജ്യത്താണ് ഇങ്ങനെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ ഇത്തരത്തിലൊരു കേസിൽ പെടുത്തിയത്. അദ്ദേഹം നിരപരാധിയാണെന്ന് ഇപ്പോൾ സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം, ഈ സൈനികൻ എങ്ങനെ ഈ കേസിൽ പെട്ടു? ഈ സൈനികനെ പെടുത്തിയതാരാണ്? അദ്ദേഹത്തെ രക്ഷിക്കാൻ അന്ന് സൈന്യം എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല? ആരാണ് ഈ സൈന്യത്തിൻ്റെ കൈകൾ കെട്ടിയിരുന്നത്? ഈ കേസ് ഇത്തരത്തിൽ വളച്ചൊടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഈ കേസിൽ ആദ്യം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത ഈ മഹാരാഷ്ട്ര ATSൻ്റെ തലവൻ ഹേമന്ത് കർക്കരെ എന്ന IPS ഉദ്യോഗസ്ഥൻ എങ്ങനെ ഈ മുംബൈ ഭീകരാക്രമണത്തിൽ പാക് നുഴഞ്ഞുകയറ്റക്കാർ 2008 നവംബർ 26 രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 7 മണിയോടുകൂടി മുംബൈ നഗരത്തിൽ ആരംഭിച്ച ആ ആക്രമണത്തിൽ എങ്ങനെ ഈ ഹേമന്ത് കർക്കരെ എന്ന IPS ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു? അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നിലവാരം കുറഞ്ഞതാണെന്നും അദ്ദേഹത്തിന് ആ ജാക്കറ്റ് ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ് വെടിയേൽക്കേണ്ടി വന്നതും എന്നുള്ള ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നു. ഈ ഹേമന്ത് കർക്കരെയാണ് ഈ മലേഗാവ് സ്ഫോടനത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത്. അവരെ ചോദ്യം ചെയ്തതൊക്കെ ഹേമന്ത് കർക്കരെയാണ്. പക്ഷെ അങ്ങനെ അവരെ ചോദ്യം ചെയ്ത് കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ പറയുന്നത് പോലെ അന്വേഷണം ആദ്യം അന്വേഷിച്ചപ്പോൾ സിമിയുടെ ആൾക്കാരാണ് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിലെന്നാണ് അറിഞ്ഞത്. പിന്നീടാണ് ഒരു മാസത്തിനിടയ്ക്ക് കംപ്ലീറ്റ് മാറി മറിഞ്ഞത്. സിമിക്കാരല്ല, ഈ അഭിനവ ഭാരത് എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടനയാണ് ഇതിൻ്റെ പിന്നിലെന്നും അതിൽ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന സന്യാസിനിയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നും അവരെ സഹായിച്ചത് ഈ കേണൽ ശ്രീകാന്ത് പുരോഹിതാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഇങ്ങനെ അങ്ങ് പരക്കെ വ്യാപകമായിട്ട് രാജ്യം മുഴുവനും പ്രചരിച്ചു. അത് പ്രചരിപ്പിച്ചത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിന് നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. പിന്നീടാണ് ഏതാണ്ട് 2 മാസങ്ങൾക്കുള്ളിൽ ഈ നവംബർ മാസം ആയപ്പോഴത്തേക്കും, നവംബർ അവസാനം മുംബൈയിൽ ഇത്ര വലിയൊരു ഭീകരാക്രമണം നടക്കുന്നു. അവിടെ ഈ ഹേമന്ത് കർക്കരെ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വലിയ സംശയങ്ങളാണ് ഉയരുന്നത്. ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു വിദേശ ശക്തി ഉൾപ്പെടെ ഗൂഢാലോചന നടത്തി എന്നാണ്. നമ്മുടെ സൈന്യത്തെ നശിപ്പിക്കാൻ, അതിൻ്റെ പേരും പെരുമയും നശിപ്പിക്കാൻ, അവരുടെ രാജ്യത്തോടുള്ള കൂറ് ഇല്ലാതാക്കാൻ ഒക്കെ ആരോ എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ ശ്രമിച്ചിരുന്നു എന്നാണ്. അതിന് നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ നിന്നും ആരോ പച്ചക്കൊടി വീശി പിന്തുണച്ചു. അവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സൈന്യം ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതയോടെയുള്ള അന്വേഷണം വേണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കോടതി ഇവരെ വെറുതെ വിട്ടു. തെളിവുകളില്ല. ഉള്ള തെളിവുകളാകട്ടെ വളരെ അപൂർണം. അതൊന്നും കൃത്യമായിട്ട് തെളിയിക്കാൻ ഈ പറഞ്ഞതുപോലെ ATSൻ്റെ അന്വേഷണത്തിനോ അല്ലെങ്കിൽ NIAയുടെ തുടരന്വേഷണത്തിനോ സാധിച്ചില്ല. കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിൽ നമ്മുടെ ഈ ഏജൻസികൾക്ക് വീഴ്ച വന്നത് എന്തുകൊണ്ടാണ്? ആരാണ് അവരെ ഈ പറയുന്നത് പോലെ നിയന്ത്രിച്ചിരുന്നത്? ഇത്തരത്തിൽ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം, അദ്ദേഹത്തെ പ്രതി ചേർക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടുന്ന് കിട്ടി?
ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സൈന്യത്തിൻ്റെ ഈ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇപ്പോൾ അജിത് ഡോവലാണ്. അദ്ദേഹം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട്. കൃത്യമായി ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ, നമ്മുടെ സൈന്യത്തെ, അതിൻ്റെ പൗരുഷം നശിപ്പിക്കാൻ, അതിൻ്റെ വിശ്വാസ്യത തകർക്കാൻ ഒക്കെ ആരാണ് ശ്രമിച്ചത് എന്നറിയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കുമുണ്ട്. തീർച്ചയായിട്ടും ദേശസ്നേഹികൾ ഈ കാര്യത്തെ, ഈ ഒരു സംഭവത്തെ വെറുതെ വിടുകയില്ല. അവർ തീർച്ചയായിട്ടും ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കും. അവർ എത്ര വലിയ കോടതിയിൽ, ഇനിയിപ്പോൾ പരമോന്നത കോടതിയിൽ പോകേണ്ടി വന്നാലും ശരി, അവർ അത് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യത്തിൽ ഒരു പുനരന്വേഷണം ആവശ്യമുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ, ആരാണോ അന്ന് ഭരിച്ചിരുന്നത്, അവർ ഈ കേസിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ, അവരുടെ നിർദ്ദേശാനുസരണമാണോ ഇവർ പ്രതിചേർക്കപ്പെട്ടത്, ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനടക്കം പ്രതിചേർക്കപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഭരണകൂടം എപ്പോഴും സ്വാധീനിക്കാൻ തയ്യാറാകും. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പോലീസിനെ, അന്വേഷണ ഏജൻസികളെ ഒക്കെ സ്വാധീനിക്കും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരെങ്കിലും അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നോ എന്നാണ് ഇനി അറിയേണ്ടത്. അതായത് ഈ പറയുന്നത് പോലെ ഒരു മിലിറ്ററി ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് ഇതുപോലെ അദ്ദേഹത്തെ തേജോവധം ചെയ്ത്, അദ്ദേഹത്തെ പ്രതിചേർത്ത്, അദ്ദേഹത്തിൻ്റെ ആ ഭാവി നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആസൂത്രണം നടത്തിയെങ്കിൽ അത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് അന്വേഷണം വേണം എന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം.